ഹലോ, അപ്പോൾ തുടങ്ങിയല്ലേ? ഈ കഴിഞ്ഞ ജൂൺ 28-നായിരുന്നു എനിക്ക് സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് എക്സാം. കട്ട് ഓഫ് എത്രയാണെന്ന് അറിയാത്തത് കൊണ്ട് മെയിൻസിന് പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഇന്നലെ വരെ. പിന്നെ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് വെറുതെ സമയം പോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. എങ്ങാനും മെയിൻസിന് ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ ആകെ 1.5 മാസമോ 2 മാസം എങ്ങാനോ മെയിൻസ് എക്സാമിനേഷന് ബാക്കി ഉണ്ടാവുള്ളൂ. ആ സമയം കൊണ്ട് ടു കംപ്ലീറ്റ് ആൻ എൻറ്റയർ സിലബസ്, അല്ലെങ്കിൽ സച്ച് ഹ്യൂമങ്കസ് ആയിട്ടുള്ള സിലബസ് ഒരു ഷോർട്ടസ്റ്റ് പീരിയഡിൽ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ചിലപ്പോൾ എൻ്റെ മനസ്സിനെ പറ്റിക്കും. എൻ്റെ മനസ്സെന്നോട് പറയും, പഠിച്ചോ, കുഴപ്പമില്ല, എക്സാമിന് ഹെൽപ്ഫുള്ളായിരിക്കും, ഫ്യൂച്ചർ അപ്കമിങ് എക്സാമിനേഷൻസിനെല്ലാം ഹെൽപ്ഫുള്ളായിരിക്കും. അറ്റ് ദ സെയിം ടൈം എൻ്റെ മനസ്സെന്നോട് പറയും, എന്തിനാ കുറേ കാലയിൽ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും നടന്നിട്ടില്ലല്ലോ, ഇനി വൈ ആർ യു വേസ്റ്റിംഗ് യുവർ ടൈം എന്ന് എൻ്റെ മനസ്സെന്നോട് ചോദിക്കും. പക്ഷേ ഇവിടെ ഇഫ് ഐ എം ഫോളോയിങ് മൈ മൈൻഡ്, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു രണ്ടാമത്തെ ചിന്ത ഞാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ വോണ്ട് ബി ഏബിൾ ടു അച്ചീവ് വാട്ട് എവർ ഐ wanted ടു ബി ഇൻ മൈ ലൈഫ്. നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും ഞാൻ ഫോളോ ചെയ്യുന്ന 2 ടെക്നിക്സ് പറഞ്ഞുതരാം. വൺ ഇസ് ടീച്ചിങ് മെത്തേഡ്, ദ അതർ വൺ ഇസ് പൊമഡോറോ ടെക്നിക്. പൊമഡോറോ ടെക്നിക് ഇസ് ക്വൈറ്റ് ഫേമസ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അതുകൊണ്ട് അത് പിന്നെ പറയാം. ആദ്യം നമുക്ക് ടീച്ചിങ് മെത്തേഡ് പറയാം. അതൊന്നും എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, പക്ഷേ എനിവേ ഐ ലൈക്ക് ടു ഷെയർ ഇറ്റ്. ടീച്ചിങ് മെത്തേഡിൽ എൻ്റെ മുന്നിൽ ഒരുപാട് കുട്ടികളുണ്ട് ഹു ഡസൻ നോ എനിത്തിങ്. അവർക്കൊന്നും അറിയില്ല, എനിക്ക് മാത്രമാണ് എല്ലാം അറിയാം. സോ ഞാൻ അവർക്ക് എത്രമാത്രം സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത്രമാത്രം സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്താണ് പഠിക്കാറുള്ളത്. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക്, ഇറ്റ് ഇസ് വെരി എഫക്റ്റീവ് ആൻഡ് ഐ ആം ഏബിൾ ടു റിറ്റെയിൻ എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഇൻ മൈ മെമ്മറി. സോ അത് ഭയങ്കര പ്രൂവൺ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മെത്തേഡാണ്. പിന്നെ പൊമഡോറോ ടെക്നിക്ക് 25 മിനിറ്റ്സ് പഠിക്കും, എല്ലാവരും 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ ഞാൻ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കും. ദാറ്റ്സ് ഓൺലി ഡിഫറൻസ്. അത് മാത്രമേ ഉള്ളൊരു വ്യത്യാസമുള്ളത്. ഞാൻ സെൽഫ് സ്റ്റഡിയാണ് എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ ഭയങ്കര ഒച്ചപ്പാടിലൊക്കെ നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ ഐ ഓൾവേസ് പ്രിഫർ സെൽഫ് സ്റ്റഡി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓഫ്ലൈനായിട്ട് കോച്ചിങ്ങിന് പോകുന്നുണ്ടെന്ന്. അവിടെ ചിലപ്പം കമ്പൈൻ സ്റ്റഡിക്ക് അല്ലെങ്കിൽ ലൈബ്രറി ഉണ്ടാകും, പക്ഷേ ആ ലൈബ്രറിയിൽ ഇഷ്ടം പോലെ ആൾക്കാർ കൂട്ടം കൂടി തിങ്ങി നിറഞ്ഞ് മറ്റുള്ള ഒരാളുടെ ഒരു സ്പേസിലേക്ക് ഇടിച്ച് കയറി അങ്ങനെയൊക്കെ പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലൈബ്രറി ഈസ് എ പ്ലേസ് വെയർ വി ഹാവ് ടു കീപ് സൈലൻസ്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണാറില്ല. എന്തോ അങ്ങനെ ഒരു രീതിയിലുള്ള പഠിത്തമല്ല, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഐ ഡോണ്ട് പ്രിഫർ ദാറ്റ് വേ. അതുകൊണ്ടാണ് ഞാൻ സെൽഫ് സ്റ്റഡി മോഡ് ഫോളോ ചെയ്യുന്നത്. സ്റ്റേജ് 1ലെയും സ്റ്റേജ് 2ലെയും ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഞാൻ കമ്പയർ ചെയ്ത സമയത്ത് സ്റ്റേജ് 1 കുറച്ചും കൂടെ ഹൈ സ്റ്റാൻഡേർഡ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം നമ്മൾ അത്രയും ഒരു സ്റ്റാൻഡേർഡ് പ്രതീക്ഷിച്ച പോലെ സ്റ്റേജ് 2 വന്നില്ല. പക്ഷേ മാത്സും ബാക്കിയുള്ളതൊക്കെ കുറച്ച് ട്രിക്കി ആയതുകൊണ്ട് ടൈം അവിടെ പോയി. പിന്നെ ബാക്കി ആസ് യൂഷ്വൽ ഐ വാസ് എബിൾ ടു ഡു ഇറ്റ്. പക്ഷേ കുറേ നെഗറ്റീവ് വന്നു, കുറേ എണ്ണം ഡിലീറ്റ് ചെയ്ത് പോകുന്നൊക്കെ കേട്ടു. ബട്ട് ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഇറ്റ്. എനിവേ, ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് തിങ് ടു ഹാപ്പൻ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയും എൻ്റെ വോയിസ് ഓവറും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം എനിക്ക് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് വാട്ട് എവർ ദാറ്റ് ഇസ് ബീൻ കമ്മിങ് ടു മൈ മൈൻഡ് അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ അത്രയും ദാറ്റ്സ് ഇറ്റ്. ഇനി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലേക്ക് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. സോ ഐ തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു മാനേജ് ഇറ്റ് ഇൻ ദ അപ്കമിങ് വീഡിയോസ്. സോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.